നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി വിദ്യാർത്ഥിയുടെ മൊഴി. ജനനേന്ദ്രിയത്തിന് ഇടിക്കുകയും ചവിട്ടുകയും ചെയ്തെന്ന് ലക്കിടി നെഹ്റു അക്കാദമി ലോ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ഷഹീർ ഷഫ്കത്ത് മൊഴി നൽകി. കോളേജിലെ അനധികൃതമായ പണപ്പിരിവ്, വെൽഫെയർ ഓഫീസർമാരുടെ നടപടികൾ എന്നിവ ചോദ്യം ചെയ്ത് പരാതി നൽകിയതിനായിരുന്നു മർദ്ദനമെന്ന് വിദ്യാർത്ഥിയുടെ മൊഴിയിൽ പറയുന്നു. മൊഴി പകർപ്പും എഫ്ഐആറും ന്യൂസ് 18 ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ സുതാര്യ കേരളം സെല്ലിന് നൽകിയ പരാതിയെ തുടർന്നായിരുന്നു പീഡനം. കോളേജിൽ അനധികൃതമായി നടത്തിയ പണപ്പിരിവിനും വെൽഫെയർ ഓഫീസർമാരുടെ തെറ്റായ നടപടികൾക്കുമെതിരെയായിരുന്നു വിദ്യാർത്ഥിയുടെ പരാതി. തുടർന്ന് പാമ്പാടി നെഹ്റു കോളേജിലേക്ക് കൂട്ടിക്കൊണ്ടുപോയായിരുന്നു പീഡനമെന്ന ലക്കിടി നെഹ്റു അക്കാദമി ലോ കോളേജ് വിദ്യാർത്ഥി ഷഹീർ ഷൗക്കത്ത് അലി മൊഴി നൽകി. ചെയർമാൻ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലായിരുന്നു അതിക്രമമെന്നാണ് മൊഴി. ഉന്നതങ്ങളിൽ സ്വാധീനമുണ്ടെന്ന് മർദ്ദിക്കുന്നതിനിടെ കൃഷ്ണദാസ് പറഞ്ഞിരുന്നു. റാഗിംഗ് കേസിൽ പ്രതിയാക്കുമെന്നും എംപിയും MLAയും തന്റെ സുഹൃത്തുക്കളാണെന്നും പറഞ്ഞ കൃഷ്ണദാസ് ഭീഷണിപ്പെടുത്തി. തുടർന്ന് പരാതി പിൻവലിച്ചതായി എഴുതി വാങ്ങിയതായും വിദ്യാർത്ഥിയുടെ മൊഴിയിലുണ്ട്. 5ലേറെ വിദ്യാർത്ഥികളെ റാഗ് ചെയ്തതായി എഴുതി നൽകാനും ആവശ്യപ്പെട്ടു. തയ്യാറാകാത്തതിനെ തുടർന്ന് കൃഷ്ണദാസ് ജനേന്ദ്രിയത്തിൽ കാൽമുട്ടുകൊണ്ടിടിക്കുകയും താഴെ വീണപ്പോൾ നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു. വീട്ടിൽ കയറി വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഷഹീർ പഴയന്നൂർ പോലീസ് നൽകിയ മൊഴിയിൽ പറയുന്നു. ജനുവരി 3-നായിരുന്നു സംഭവം. മൊഴിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം 27-നാണ് പോലീസ് കൃഷ്ണദാസിനെതിരെ കേസെടുത്തത്. VK രാഹുൽ, ന്യൂസ് 18, കോഴിക്കോട്.